ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ജോയിൻസ് ടു കമ്പനി. ആദ്യമേ തന്നെ ജോയിൻസ് ടു കമ്പനി എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ വിച്ച് ഈസ് ഓൺഡ് ജോയിൻ്റ്ലി ബൈ ഓൾ ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് എല്ലാവർക്കും ജോയിൻ്റ് ആയിട്ടുള്ള ഓണർഷിപ്പുള്ള ഓർഗനൈസേഷനെയാണ് ജോയിൻസ് ടു കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറെ രീതിയിൽ പറഞ്ഞാൽ എ ബിസിനസ് എൻറ്റിറ്റി ഇൻ വിച്ച് ഷെയർസ് ഓഫ് ദ കമ്പനി സ്റ്റോക്ക് ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ് ബൈ ഷെയർ ഹോൾഡർ. ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡർക്ക് അവിടുത്തെ ഷെയർസ് എല്ലാം വാങ്ങാനും വിൽക്കാനും, കമ്പനിയുടെ സ്റ്റോക്കൊക്കെ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനെയാണ് ജോയിൻസ് ടു കമ്പനി എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം എല്ലാ ജോയിൻസ് ടു കമ്പനീസ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാമെന്ന് പറയുമല്ലോ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ആ ഫൈനൽ അക്കൗണ്ട്സിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം മാത്രമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദി ഫോർമൽ ആനുവൽ റിപ്പോർട്ട് ഓഫ് ദി ജോയിൻസ് ടു കമ്പനി. ഒരു ജോയിൻസ് ടു കമ്പനിയുടെ ഫോർമലായിട്ടുള്ള ആനുവൽ റിപ്പോർട്ടാണ്. അതായത് ആ ഒരു വർഷം അവർക്ക് എത്ര എക്സ്പെൻസസ് വന്നിട്ടുണ്ട്, എത്ര ഇൻകം അവർ ഏൺ ചെയ്തിട്ടുണ്ട്, അതിൽ കൂടി എത്ര സർപ്ലസ് അവർക്ക് കിട്ടി, ഓക്കെ, റവന്യൂ കിട്ടിയിട്ടുണ്ട്, പിന്നെ അതുപോലെ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു കമ്പനിയുടെ ഓണേഴ്സിനും അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള അതർ പാർട്ടീസ് ഉണ്ടായിരിക്കാം, എക്സ്റ്റേണൽ പാർട്ടീസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും റെലവൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പം ഇതിന് നമുക്കൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂൾ 3 പ്രകാരം എല്ലാ ജോയിൻസ് ടു കമ്പനീസും ഒരു പർട്ടിക്കുലർ മാനറിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവരുടെ ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നോട്ട്സ് ടു അക്കൗണ്ട്സും ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ കമ്പനീസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും കമ്പാരിസണൊക്കെ ഈസി ആയിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഒരേ രീതിയിൽ ഒരു മാനർ അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റ് ഈ ഷെഡ്യൂൾ 3 പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ ബാലൻസ് ഷീറ്റാണ് വരുന്നത്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്, പിന്നെ നോട്ട്സ് ടു അക്കൗണ്ട്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റ് കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂൾ 3 പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റ് പ്രകാരമാണ് ബാലൻസ് ഷീറ്റും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ വെർട്ടിക്കൽ ഫോർമാറ്റ് എന്ന് പറയുമ്പം എല്ലാ ഐറ്റംസും നമ്മൾ വെർട്ടിക്കലായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ആദ്യമേ നമ്മൾ അസറ്റ്സ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്നു. അസറ്റിൽ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നോക്കി പഠിക്കേണ്ടതാണ്. അപ്പോൾ അതെല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം ടോട്ടൽ അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. then അതിന് തൊട്ട് താഴെ തന്നെ ഈക്വിറ്റിയും അതുപോലെ തന്നെ ലയബിലിറ്റീസും റെക്കോർഡ് ചെയ്യുന്നു. ടോട്ടൽ ഈക്വിറ്റി ആൻഡ് ലയബിലിറ്റിയും കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് മെയിനായിട്ടും ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും ആണ്. അപ്പോൾ അതിന് വരുന്ന വീഡിയോസിൽ കൂടുതലായിട്ട് അതിനെപ്പറ്റി ആ രണ്ട് ഫോർമാറ്റും എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം.